നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ഒരു നിരാഹാരം ഇരിക്കുന്നു പറഞ്ഞ് കണിമംഗലത്തുള്ളവരെല്ലാരും ചേച്ചിയുടെ കാല് പിടിക്കുന്നു, കെഞ്ചുന്നു. അതൊക്കെ ചേച്ചി ആസ്വദിക്കുന്നുണ്ടാവും. എന്തിനാ പ്രിയ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ആവശ്യമില്ലാത്തത് ഈ വ്രതവാ. രാധിക, എടോ രാധിക, രാധിക, എന്താ മുത്തശ്ശി? കഠിന വ്രതവും തപസ്സും ഒക്കെ ഒരുപാട് കഥകളി കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതല്ലല്ലോ. ദേ, ഇത് ഇളനീര്, മോള് കുടിക്കണം. ഇല്ല മുത്തശ്ശി, ഞാൻ എന്റെ ഭഗവാനോട് അപേക്ഷിച്ച കാര്യം നടക്കാതെ ഞാൻ ഈ വ്രതം അവസാനിപ്പിക്കില്ല. താൻ വെറുതെ പ്രശ്നം ഗുരുതരമാക്കല്ലേ. എടോ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? കുട്ടിക്കാലം മുതൽ രക്ഷിക്കാൻ കണ്ണനുണ്ടാകും എന്നൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. ഇതിനു മുൻപും രക്ഷിക്കാൻ കണ്ണനുണ്ടാകും എന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചത്. ഇതിനു മുൻപ് ഒരുപാട് നിവേദ്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ സ്വീകരിച്ചു കാണുന്ന ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാൻ നിവേദ്യയായി വെച്ചിരിക്കുന്നത് എന്നെ തന്നെയാണ്, എന്റെ ജീവന. ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. മോളിത് എന്തൊക്കെയാ പറയുന്നത്? നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ ഇരുത്തി ഇവിടെ ആർക്കെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? മനസ്സമാധാനം ഉണ്ടാവോ? ദേ, ഈ ഗ്ലാസ്സിൽ പാല, ഇതെങ്കിലും ഒന്ന് കുടിക്കും മോളെ. ഇല്ലമ്മേ, ഇതിപ്പോ ഞാൻ ഏട്ടന് വേണ്ടി കാണിക്കുന്ന ഒരു സാഹസമൊന്നുമല്ല. ഏട്ടന് എഴുന്നേറ്റ് നടക്കണമെന്ന് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ നോക്കിക്കൊള്ളൂ, വിശ്വസിച്ചോളൂ, ഏട്ടൻ എഴുന്നേറ്റ് നടക്കും. എടോ, തന്നെ ബലിയാടാക്കിയിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല. ദേ, നിർബന്ധമായിട്ടും പൂജാമുറിയിൽ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിടിച്ചിടുവാൻ ഞങ്ങൾക്കറിയാം. വരുൺ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പോ ഈ നിമിഷം ഈ വ്രതം താൻ അവസാനിപ്പിച്ചേ പറ്റൂ. വരുൺ, ഇത്രയും ആളുകൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാളെ വരുൺ എന്തിനാ ഇപ്പോഴും നിർബന്ധിക്കുന്നേ? അത് തനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരു തരം അഹങ്കാരോ? ചേച്ചി ഒരു നിരാഹാരം ഇരിക്കുന്നു പറഞ്ഞ് കണിമംഗലത്തുള്ളവരെല്ലാരും ചേച്ചിയുടെ കാല് പിടിക്കുന്നു, കെഞ്ചുന്നു. അതൊക്കെ ചേച്ചി ആസ്വദിക്കുന്നുണ്ടാവും. എന്തിനാ പ്രിയ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ആവശ്യമില്ലാത്തത് ഈ വ്രതവാ. പിന്നെ ചേച്ചി ഒരു വ്രതം എടുത്ത് ഭഗവാനെ ഏൽപ്പിച്ച അത് ഉടനെ നടത്തി കിട്ടൂല്ലേ? എന്നാ പിന്നെ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ചേച്ചി ഏൽപ്പിച്ചാ മതിയല്ലോ. ചേച്ചി അതങ്ങ് പരിഹരിക്കുമല്ലോ. പ്രിയങ്ക, സ്റ്റോപ്പ് ഇറ്റ്. അയാൾ ചെയ്യുന്ന കാര്യത്തിന്റെ ആത്മാർത്ഥത എങ്ങനെ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഇതിന്റെ പേര് ആത്മാർത്ഥതയെന്നല്ല, അഹങ്കാരം എന്നാ. എന്നും ചേച്ചി ഇങ്ങനെയാ. മറ്റുള്ളവരുടെ മുൻപിൽ ഒരാളാവലുണ്ട്. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്നത് അതൊക്കെ. ഇതിനു മുൻപ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മോളെ ഇത്?
നിനക്ക് മനസ്സിൽ ഇഷ്ടക്കുറവോ പഴയ കണക്കുകളോ തീർക്കാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയമല്ലേ ഇത്. പ്രിയങ്കമോൾ അകത്തേക്ക് വയ്ക്കും. ചേച്ചിയോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ചേച്ചി ഇവിടെ എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറുക. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോ. പ്രിയങ്ക പറയുന്ന ഒന്നും മോള് കാര്യാക്കണ്ട. എങ്ങനെയെങ്കിലും മോളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവള് പറയുന്നേ ഉള്ളൂ. ഇത് വേണ്ടാന്ന് വെക്കും മോളെ. സൂര്യയുടെ കാര്യങ്ങൾ ഭഗവാന്റെ തീരുമാനം അനുസരിച്ച് നടക്കട്ടെ. എടോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് തനിക്ക് എന്താ മനസ്സിലാവാത്തത്? താനത് വാങ്ങിച്ചു കുടിക്കും. വരുൺ, എന്റെ ഭക്തി എന്റെ ജീവന. ഏട്ടൻ എന്നെ വിളിക്കുന്ന അനിയത്തിന്ന, സ്വന്തം പെങ്ങളെന്ന. എന്റെ ഏട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ ഏട്ടൻ പഴയതുപോലെ ആവാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആരൊക്കെ കുറ്റം കുറവും പറഞ്ഞാലും ഇതൊരു സഹോദരിയുടെ ചുമതലയാ. ഇനി ഇടയിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. കണ്ണൻ എനിക്കൊന്നും വരുത്തില്ല. കൂടെ പിറന്നവളല്ലെങ്കിലും അവൾ എന്നും എൻ്റെ അനുജത്തിയാണ്. എനിക്ക് വേണ്ടിയാ എൻ്റെ സഹോദരി ജീവൻ അർപ്പിച്ച് ത്യാഗം ചെയ്യുന്നത്. ഞാൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവക്ക് അതിന്ന് പിന്മാറാനുള്ള മനസ്സെങ്കിലും കൊടുത്താൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.